അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ആത്മഹത്യ ചെയ്ത നിതിൻ രാജിന്റെ സഹപാഠികൾ ഇപ്പോൾ നിതിന്റെ വീട്ടിലെത്തിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. 31 സഹപാഠികൾ ഒന്നിച്ചാണ് നിതിന്റെ കുടുംബത്തെ കാണാൻ ആ വീട്ടിലേക്ക് എത്തിയത്. നിതിന്റെ അമ്മയെ അടക്കം അവർ ആശ്വസിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിതിൻ രാജിന്റെ വീട്ടിലേക്ക് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നിതിനൊപ്പം പഠിച്ച സഹപാഠികളാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. നിതിന്റെ അമ്മ ജിബിൻ ജേബി ചേരുന്നു വിവരങ്ങളുമായി. ജിബിൻ, ഈ കുട്ടികൾ ഒരുമിച്ചാണ് ആ വീട്ടിലേക്ക് എത്തിയത്. വികാരനിർഭരമായൊരു അന്തരീക്ഷമാണ് അവിടെ. വിവരങ്ങൾ. ഈ നിതിൻ രാജിന്റെ മരണം സംഭവിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച പിന്നിടുകയാണ്. ഇപ്പോഴാണ് സഹപാഠികൾ, ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ BDS 1ാം വർഷ വിദ്യാർത്ഥികളായ നിതിന്റെ സഹപാഠികൾ നെടുമങ്ങാടുള്ള നിതിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ കുട്ടികൾ നേരത്തെ 1-2 പേർ മാത്രമാണ് ഈ മരണത്തിന് തൊട്ടു പിന്നാലെയുള്ള ദിവസങ്ങളിൽ വീട്ടിൽ വന്നിരുന്നത്. ആ കുട്ടികളാണ് അന്ന് നിതിൻ കോളേജിൽ നേരിട്ട പീഡനങ്ങളെക്കുറിച്ചും നിതിനും മറ്റ് സഹപാഠികളും റാം പോലുള്ള അധ്യാപകരുടെ ഭാഗത്തുനിന്ന് നേരിട്ടിരുന്ന ക്രൂര പീഡനങ്ങളെക്കുറിച്ചും മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത്. പക്ഷേ കുട്ടികൾക്ക് പിന്നെയും ഭയമായിരുന്നു. കാരണം കോളേജിൽ ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അവർ സഹകരിച്ചു കഴിഞ്ഞാൽ, കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് ഇതേ അനുഭവം ഉണ്ടാകുമോ എന്നുള്ളൊരു പേടിയെ തുടർന്നാണ് പല കുട്ടികളും ഇങ്ങോട്ടേക്ക് എത്താതിരുന്നത്. പക്ഷേ ഇതിന് പിന്നാലെയാണ് ഈ 3 ദിവസത്തെ അവധി കഴിഞ്ഞ് കോളേജിലേക്ക് എത്തിയ വിദ്യാർത്ഥികൾ, സഹപാഠികൾ ഒന്നിച്ച് കഴിഞ്ഞ ദിവസം കോട്ടൂഴി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം കോളേജിൽ ഉണ്ടായത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കോളേജിൽ നിന്ന് ഈ കുട്ടികൾ ഒന്നിച്ച് തിരുവനന്തപുരം നെടുമങ്ങാടുള്ള നിതിന്റെ വീട്ടിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട കുട്ടികളാണ് ഇപ്പോൾ ബസ് മാർഗം ഈ നിതിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവർക്ക് നമുക്ക് ഈ കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ വീട്ടിലുള്ളത്. കാരണം നിതിന്റെ അമ്മ മകൻ കോട്ടിട്ട് സഹപാഠികളോടൊപ്പം വിജയിച്ച് ഒരു ഡോക്ടറായി വീട്ടിലേക്ക് വരുമെന്ന് കരുതിയിരുന്ന ഒരു മകൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വെള്ള തുണി പുതച്ചാണ് ആ മകൻ വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ ആ കാര്യങ്ങളൊന്നും തന്നെ അമ്മയ്ക്ക് പൂർണ്ണമായി മറക്കാനോ അല്ലെങ്കിൽ ജീവിതത്തിൽ പോലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ആ കാര്യങ്ങളാണ് അമ്മ, മകനെ കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് സ്വന്തം കൂട്ടുകാരോട് ഇപ്പോൾ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എത്രത്തോളം കണ്ടു നിൽക്കാനും കേട്ട് ഇരിക്കാനും പറ്റുന്ന ഒരു കാര്യമല്ല. എന്തായാലും ഈ സുഹൃത്തുക്കൾ എല്ലാവരും ഇപ്പോൾ ഒന്നിച്ച് നിതിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം നിതിന്റെ ഈ മരണത്തിന് പിന്നാലെ തന്നെ നമ്മൾ ഓരോ ദിവസവും നിതിന്റെ വീട്ടിൽ ബന്ധുക്കളുടെ, പ്രത്യേകിച്ച് പിതാവിൻ്റെയൊക്കെ പ്രതികരണങ്ങൾ തേടുന്ന സമയത്ത് പിതാവ് ഓരോ ദിവസവും എടുത്തു പറഞ്ഞിരുന്ന കാര്യമാണ്, മകന്റെ ഒരു സുഹൃത്തുക്കൾ പോലും വീട്ടിലേക്ക് ഇതുവരെ വന്നില്ല, എന്തുകൊണ്ടാണ് അവർ വരാത്തത്, എന്തുകൊണ്ടാണ് ആ കോളേജിൽ എന്താണ് സംഭവിച്ചതെന്ന് പൊതുസമൂഹത്തോട് ആ കുട്ടികൾ പറയാത്തതെന്നൊക്കെ നിതിന്റെ പിതാവ് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അതിനൊക്കെ ഒരു ഉത്തരമായിക്കൊണ്ട് കുട്ടികൾ നിതിന് നീതി നേടിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോളേജിൽ ഒരു സമരം നടത്തി അത് വിജയിപ്പിച്ച റാം എന്ന് പറയുന്ന ആരോപണ വിധേയനായ അധ്യാപകനെ പുറത്താക്കിയ ശേഷമാണ് ഇപ്പോൾ നിതിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അവർ ആദ്യം എത്തിയ സമയത്ത് തന്നെ ഈ മാതാപിതാക്കളോട് പറഞ്ഞതാണ്, എന്താണ് നിതിന് സംഭവിച്ചതെന്ന് ഞങ്ങൾ തന്നെ ലോകത്തോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടികൾ വീട്ടിലേക്ക് വരികയും ചെയ്തിട്ടുള്ളത്. എന്തായാലും എല്ലാവരും ഇപ്പോൾ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് വീട്ടിലുള്ളത്. നേരത്തെ നമ്മൾ കണ്ടതാണ്, അതായത് ഇന്ന് ആണ് ഞെട്ടിപ്പിക്കുന്ന ഒരു CCTV ദൃശ്യം കൂടി ഈ കോളേജിൽ നിന്ന് പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഈ കുടുംബത്തിന്റെ ആദ്യ ദിവസം മുതലുള്ള ആരോപണം എന്ന് പറയുന്നത്, ഈ സംഭവം മരണം നടക്കുന്ന ദിവസം രാവിലെ 11:30 വരെ നിതിൻ സഹോദരിമാരെ വിളിച്ച് സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ ഒന്നും തന്നെ കോളേജിൽ ഒരു പ്രശ്നമുള്ളതായോ ഒന്നും കുടുംബത്തെ അറിയിച്ചിട്ടില്ല. പ്രത്യേകിച്ച് 2 സഹോദരിമാരോടും കോളേജിലോ ജീവിതത്തിലോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിതിൻ എല്ലാ ദിവസവും പറയുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾ അന്ന് 11:30 വരെ ഓക്കെ ആയിരുന്നു, യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 2:30 കൂടിയാണ് നിതിൻ ആത്മഹത്യ ചെയ്യുന്നത്, കെട്ടിടത്തിൽ നിന്ന് ചാടുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനിടയിലുള്ള സമയത്ത് എന്താണ് സംഭവിച്ചതെന്നായിരുന്നു നിതിന്റെ കുടുംബം അന്ന് ചോദിച്ചിരുന്നത്. ഇതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ ഇതിന്റെ മറുപടി എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ തെളിവുകൾ സഹിതം പുറത്തു വന്നിരിക്കുന്നത്. അന്ന് 1:30 പ്രിൻസിപ്പലിന്റെ റൂമിൽ വെച്ച് അധ്യാപകർ ചേർന്ന് നിതിനെ വിചാരണ ചെയ്യുന്നു. ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിതിനെ വിചാരണ ചെയ്യുന്നു, നിതിന്റെ ഫോൺ വാങ്ങി പരിശോധിക്കുന്നു. ഈ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ നിതിനോട് കയർത്ത് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ അതിന്റെ ഓഡിയോ സഹിതം പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ കുടുംബത്തിന്റെ ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലാണ് ഓരോ ദിവസവും പുറത്തു വരുന്ന വിവരങ്ങൾ. ഇന്ന് നമ്മൾ ഈ കുടുംബത്തോട് സംസാരിച്ചിരുന്നു. കാരണം കുടുംബം പറയുന്നത് ഈ ലോൺ ആപ്പുമായിട്ടുള്ള വിഷയം ഇപ്പോൾ എടുത്തിടുന്നത് കേസ് വഴിതിരിക്കാൻ വേണ്ടിയാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വിദ്യാർത്ഥിക്ക്, കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ വിഷയം കുടുംബത്തെ ആദ്യം അറിയിക്കാത്തത്? കാരണം കോളേജിൽ നിന്ന് ഇതിന്റെ ഈ ലോൺ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അധ്യാപിക പരാതി നൽകുന്നു. അങ്ങനെ ഒരു വിദ്യാർത്ഥിക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ ആ കുടുംബത്തെയല്ലേ ആദ്യം അറിയിക്കേണ്ടത്, അവരുടെ രക്ഷകർത്താക്കളെയല്ലേ ആദ്യം അറിയിക്കേണ്ടത്. അല്ലാതെ ഒരു കുട്ടിയെ പരസ്യമായി ഇങ്ങനെ വിചാരണ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ആ കുടുംബം എടുത്ത് ചോദിക്കുന്നത്. അത് മാത്രമല്ല, പിന്നീട് ഈ ഇതിന്റെ മരണവുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നതുവരെ അത്തരത്തിലൊരു പരാതി പോലും പോലീസിന് കോളേജ് അധികൃതർ നൽകിയിരുന്നില്ല. പക്ഷേ ഈ നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ പരാതിക്ക് പിന്നാലെയാണ് ഈ അധ്യാപികയുടെ പരാതി പോലും പോലീസ് നൽകുന്നത്. അങ്ങനെ മനഃപൂർവ്വം നിതിനെ വ്യക്തിഹത്യ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അധ്യാപകർ മനഃപൂർവ്വം ഇങ്ങനെ ഒരു സംഭവത്തിൽ പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് നിതിനെ വിളിച്ചു വരുത്തുന്നതും ഈ വ്യക്തിഹത്യ ചെയ്തതും പരസ്യമായി വിചാരണ ചെയ്തതുമെന്നാണ് കുടുംബം ആരോപിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനെ സാധൂകരിക്കുന്ന തെളിവുകളാണ് ഈ CCTV ദൃശ്യങ്ങൾ, ഓഡിയോ ഉൾപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്ത് വരികയും ചെയ്തിട്ടുള്ളത്.
എന്തായാലും നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് ഈ വീട്ടിൻ്റെ അകത്തുള്ളത്. കാരണം 21 വയസ്സ് മാത്രം പ്രായമുള്ള നിതിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് സ്വന്തമായി എൻട്രൻസ് പഠിച്ചെഴുതി മികച്ച റാങ്ക് നേടി ഡോക്ടറാവണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലേക്ക് പോയ ഒരു വിദ്യാർത്ഥിയാണ്. ഏകദേശം മാസങ്ങൾ, അതായത് സെപ്റ്റംബർ മാസമാണ് ആ വിദ്യാർത്ഥി ഡോക്ടറാകാനുള്ള ഒരു ആഗ്രഹവുമായി അഞ്ചരക്കണ്ടിയിലേക്ക് പോകുന്നത്. പക്ഷേ എത്തി 1.5 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആ വിദ്യാർത്ഥിക്ക് കോളേജിൽ നിന്ന് ഈ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായ മാനസിക പീഡനം കാരണം പഠനം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് വരേണ്ടി വരുന്നു. പിന്നീട് വീട്ടിലെ സ്ഥിതി മനസ്സിലാക്കിയ നിതിൻ പിന്നീട് ഏകദേശം 1.5 മാസത്തിന് ശേഷമാണ് വീണ്ടും തുടർ പഠനത്തിനായി കോളേജിലേക്ക് ചെല്ലുകയും ചെയ്യുന്നത്. പക്ഷേ ആ സമയത്ത് പോലും പല അധ്യാപകരും നിതിനോട് കാണിച്ചിരുന്ന സമീപനം എന്ന് പറയുന്ന നേരത്തെ ഓരോ വിദ്യാർത്ഥികളും തുറന്നു പറഞ്ഞതാണ്. ജാതീയമായും വംശീയമായും നിറത്തിന്റെ പേരിലും സമ്പത്തിന്റെ പേരിലും വെളുത്തവനാണോ കറുത്തവനാണോ എന്ന തരത്തിൽ ഓരോ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് ഈ റാം എന്ന് പറയുന്ന HOD മേധാവി ഉൾപ്പെടെയുള്ളവർ ഓരോ കുട്ടികളെയും അവിടെ പരിഹസിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഭാരമേറി നടക്കുന്ന സമയത്താണ് അത്തരമൊരു അധ്യാപകന് ഈ ലോൺ ആപ്പ് എന്ന് പറയുന്ന ഒരു പ്രശ്നം കൂടി കിട്ടുന്നത്. തുടർന്ന് ആ അധ്യാപകൻ ഇത് തനിക്ക് നിതിനെ വേട്ടയാടാനുള്ള പുതിയൊരു അവസരമാണെന്ന് കണ്ടെത്തിക്കൊണ്ട് നിതിനെ വീണ്ടും ആ പേരും പറഞ്ഞ് വേട്ടയാടുന്നതാണ് അവിടെ പല അധ്യാപകരും ചെയ്തിരുന്നതെന്നാണ് സഹപാഠികൾ പോലും പറയുന്നത്. എന്തായാലും അതിനെയൊക്കെ സാധൂകരിക്കുന്ന തെളിവുകൾ കൂടി ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കുടുംബത്തെയും സഹപാഠികളെയും സംബന്ധിച്ചുള്ള ആശ്വാസകരമായ ഒരു കാര്യം. എന്തായാലും ഇപ്പോൾ നിതിന്റെ സഹപാഠികൾ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥികളായിട്ടുള്ള 31 പേരാണ് നിതിന്റെ നെടുമങ്ങാടുള്ള വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ശരി, ജിബിൻ JB ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇതിൻ്റെ സഹപാഠികൾ അവരൊന്നിച്ച് 31 പേരും നിതിൻ്റെ കുടുംബത്തെ, അമ്മയെ കാണാൻ വേണ്ടി തിരുവനന്തപുരത്തെ നിതിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഏറെ വൈകാരികമായ രംഗങ്ങളാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണാം. അമ്മ വലിയ രീതിയിൽ കരയുന്നു, അമ്മയെ ആശ്വസിപ്പിക്കുകയാണ് കുട്ടികളെല്ലാവരും ചേർന്ന്. ജിബിൻ, ഇപ്പോൾ ഈ കുടുംബം പറയുന്നത് ഈ അന്വേഷണം തൃപ്തികരമല്ല എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഇത് അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു. പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് കുടുംബം പറഞ്ഞിരുന്നു. ഇപ്പോഴും കുടുംബം അത് ആവർത്തിക്കുകയാണല്ലേ? അതന്നെയാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അത് ലോൺ ആപ്പ് ഉപയോഗിച്ച് കോളേജ് മാനേജ്മെന്റും അധ്യാപകരും പോലീസും ചേർന്ന് നടത്തുന്നതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അതിനവർ ചില കാര്യങ്ങൾ കൂടി പറയുന്നു. കാരണം ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുള്ള സംഭവം, അത് ലോൺ അമ്മയുടെ ചികിത്സാ സമയത്ത് ചികിത്സയുടെ ആവശ്യത്തിനായാണ് നിതിൻ ലോൺ എടുത്തത്. അത് ആദ്യഘട്ടത്തിലൊക്കെ കൃത്യമായി തിരിച്ചടയ്ക്കുമായിരുന്നു. പിന്നീട് വീട്ടിൽ സാമ്പത്തിക പ്രതിസന്ധി വന്ന സമയത്താണ് മുടങ്ങിയിരുന്നത്. ഈ മുടങ്ങിയ കാര്യവും അതുപോലെ ഭീഷണി സന്ദേശങ്ങൾ വരുന്ന കാര്യമൊക്കെ വീട്ടിലും അറിയായിരുന്നു. അങ്ങനെ ആ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് നിതിൻ ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയം കൃത്യമായി ബന്ധുക്കൾക്കും വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും സഹോദരിമാർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കോളേജിൽ പ്രശ്നമായി അത് വീട്ടിലിറങ്ങിയാൽ ഉണ്ടാകുന്ന ആ പ്രശ്നങ്ങളെ തുടർന്ന് നിതിൻ ആത്മഹത്യ ചെയ്യുമെന്ന് വീട്ടുകാർ വിശ്വസിക്കുന്നു. കാരണം അത് വീട്ടിൽ നേരത്തെ തന്നെ അറിയാമെന്നുള്ള ഒരു കാര്യമാണ്. പക്ഷേ അന്ന് ഈ സംഭവം നടക്കുന്ന ദിവസം, അന്ന് 11:30-ക്ക് ശേഷം ഈ 11:30-ക്കും 2:30-ക്കും ഇടയിലുള്ള സമയത്ത് നിതിനെ മാനസികമായി തകർക്കുന്ന എന്തോ ഒന്ന് കോളേജിൽ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് കുടുംബം ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ നടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.